കേണൽ രാജീവ് മണ്ണാളി, ഇപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ മുമ്പൊക്കെ കണ്ടതുപോലെ പത്താൻകോട്ട് എന്ന ഇന്ത്യയുടെ 2019 മറുപടിക്ക് സമാനമായ വിധത്തിൽ എന്ന് പറയുമ്പോൾ ആക്ഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പത്താൻകോട്ടിനേക്കാൾ വലിയ ഇന്റൻസിറ്റി ഇന്നലത്തെ സ്ട്രൈക്കിനുണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർക്കമാണ്. പക്ഷേ അതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതിയെടുത്തതെന്ന് അങ്ങനെയല്ല, ഇതൊരു ഓൺഗോയിങ് എക്സർസൈസ് ആണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാനിൽ ചെന്ന് 9 ഭീകര ക്യാമ്പുകൾ തകർത്തു, വലിയ നാശനഷ്ടം ഭീകരരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകൾക്ക് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഇന്നത് വീണ്ടും തുടരുന്നത് എന്തിന്റെ സൂചനയാണ് എന്ന് മാത്രമല്ല, ലാഹോറും റാവൽപിണ്ടിയും അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇന്ത്യ ഡ്രോണുകൾ അയക്കുകയും ആ ഡ്രോൺ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം വരെ എത്തുകയും ചെയ്തത് ഇതിനെ നമ്മൾ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ രീതിയിൽ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? ഇത് ഞാൻ 2-3 ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാം. ഒന്ന്, ഇന്ന് വൈകുന്നേരമോ ഇന്ന് ഉച്ചയ്ക്കോ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടന്ന ഒരു ദൃശ്യമാണ്. അത് ഒരു മുൻ സൈനികൻ കൂടെയായ ഒരു പാർലമെൻറ്റ് മെമ്പർ പൊട്ടിക്കരഞ്ഞു എന്നുള്ളൊരു വാർത്തയും ഒരു ദൃശ്യവും നമ്മൾ കാണാനിടയായി. അതുപോലെ തന്നെ വൺസ് അഗെയിൻ ഒരു പാർലമെൻറ്റിൽ നടന്ന വേറൊരു സംഭവം, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കയ്യടി വാങ്ങുകയാണ് ഇന്ത്യയുടെ 3 റഫാൽ വിമാനങ്ങൾ അവർ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവരെന്തൊക്കെയോ ചെയ്യുന്നു, അവർ ഒരു പ്ലാൻഡ് ആക്ഷൻ, ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാത്ത മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു സൈനിക നീക്കം ഉണ്ടാകുമ്പോൾ അതിന് വളരെ കാര്യമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെ ആവശ്യമാണ്. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അത് ഉണ്ടായിരുന്നോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. കാരണം ഒരു ഇമ്പൾസീവ് റിയാക്ഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ അവരുടെ 9 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിച്ചു, എന്നാൽ ഇപ്പം തന്നെ ദേ പിടിച്ചോ എന്നുള്ള മറ്റുള്ളൊരു റിയാക്ഷൻ. ആ റിയാക്ഷൻ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ എന്തുദ്ദേശിച്ചിട്ടാണ് എന്നുള്ളതൊന്നും ക്ലിയർ അല്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം റാവൽപിണ്ടി, ലാഹോർ, കറാച്ചിയിലൊക്കെ നമ്മുടെ ഡ്രോൺസ് എത്തുക എന്ന് വെച്ചാൽ അതിനപ്പുറം ഇനി വേറെ ഒന്നുമില്ല. കാരണം അവരുടെ എയർ സ്പേസ് തുറന്നു കിടക്കുകയാണെന്നാണ് അവർ കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് നമ്മുടെ വ്യോമസേന വേണമെന്ന് വിചാരിച്ചാൽ പാകിസ്ഥാനിൽ എവിടെ കയറി ചെന്നും അവർക്ക് അവിടെ നാശം വിതയ്ക്കാം എന്നൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ശരിയായ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പോൾ വ്യോമാക്രമണം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുള്ളൂ. പിന്നെ ഷെല്ലിംഗ് ബോർഡറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തെ ആക്ടിവിറ്റീസ് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു വശത്ത് ഭാരതം വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയ സംഗതികൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളും, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തിയും പിടിയും കിട്ടാത്ത ഒരു ഇമ്പൾസീവ് റിയാക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ അല്ല ഒരു മെച്യൂർഡ് സൈന്യം ഒരു യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഒരു യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതേസമയം ഈ 15 ദിവസം എടുത്ത് ഭാരതം എല്ലാ തരത്തിലും നമ്മുടെ ഒരു പൂർണ്ണമായ തയ്യാറെടുപ്പ് നടത്തി എല്ലാ ഇൻ്റലിജൻസും ശേഖരിച്ച്, ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഡ്രോൺസ് പോകുന്നതൊക്കെ ആ ഇൻ്റലിജൻസ് കിട്ടിയ ഇൻഫർമേഷൻ ഒരു റീകൺഫേം ചെയ്യുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ വ്യക്തമായ ഒരു ഇൻ്റലിജൻസ് അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിരിക്കുന്നു. ഒരു വളരെ കൃത്യമായ വാർ ഗെയിമിംഗ് നടന്നിട്ടുണ്ട്. മറുവശത്ത് ഇതൊന്നും കാണാനില്ല. ഇനി ഇപ്പോൾ 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരുന്നത്. മിക്കവാറും ഇത് തുടരാനാണ് സാധ്യത. അല്ലെങ്കിൽ പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളെ സമീപിച്ച്, ഒന്നുമില്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെ സമീപിച്ച് എങ്ങനെയെങ്കിലും ഇതിൽ ഇടപെട്ട് ഇതൊന്ന് നിർത്തിത്തരണം എന്ന് അപേക്ഷിക്കണം. അത് എപ്പോൾ നടക്കുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ ചൈന ഇതിലിടപെടാൻ നോക്കിയാൽ ഭാരതോട്ട് സമ്മതിക്കുകയില്ല. അപ്പോൾ പിന്നെ ഭാരതം അസന്നദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എസ്കലേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ എന്തെങ്കിലും അഡ്വഞ്ചർ കാണിക്കുകയാണെങ്കിൽ, ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ ഒരു വശത്ത് ഒരു അൺസർട്ടനിറ്റി പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന്, ഇന്ത്യയുടെ സൈഡിൽ നിന്ന്
എല്ലാത്തിനും തയ്യാറായി വളരെ കൃത്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാൻ എങ്ങനെ അവരുടെ സിറ്റുവേഷൻ മാനേജ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. യെസ്, നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.